നമ്മൾ ഓൾറെഡി പഠിച്ച ടോപ്പിക്കാണ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്യാഷ് ബുക്ക് എന്നുള്ള ഹെഡിങ് എഴുതണം. പിന്നെ ഡെബിറ്റ്, ക്രെഡിറ്റ് അത് രണ്ടും എഴുതാൻ മറക്കരുത്. പിന്നെ ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, LF, എമൗണ്ട്, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, LF, എമൗണ്ട്, ഡെബിറ്റിലും ക്രെഡിറ്റിലും. പിന്നെ അതെന്ന് പറയുന്ന ഒരു ബോക്സിൻ്റെ അകത്തായിരിക്കണം എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാലൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം നമുക്കൊരു ക്വസ്റ്റ്യൻ വഴി നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, നമ്മൾ ക്യാഷ് ബാലൻസ് നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 2017 November 1 ക്യാഷ് ഇൻ ഹാൻഡ്. അപ്പോൾ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് അതിനെ എഴുതും 30,000. അടുത്തത് November 4 ക്യാഷ് റെസീവ്ഡ് ഫ്രം ഗുർമീത്. ക്യാഷ് റെസീവ്ഡ് ഫ്രം ഗുർമീത് എന്ന് പറയുമ്പോൾ നമുക്കൊരാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുന്നതാണ്. അപ്പോൾ റെസീപ്റ്റ് എല്ലാം ഡെബിറ്റ് സൈഡിലായിരുന്നു. അപ്പോൾ ഗുർമീത് November 4 ഗുർമീത് 12,000. അടുത്ത ഇൻഷുറൻസ് പെയ്ഡ്, പേയ്മെൻറ്റ് എല്ലാം ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ November 8 ഇൻഷുറൻസ് പെയ്ഡ്. അപ്പോൾ അങ്ങനെ എല്ലാ പേയ്മെൻറ്റ്സും നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ള് പേയ്മെൻറ്റ്സും റെസിപ്റ്റ്സും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നതാണ് ബാലൻസ് ക്യാരി ഡൗൺ. ഈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത് നമ്മളുടെ ഡെബിറ്റിൻ്റെ ടോട്ടൽ, യൂഷ്വലി ഡെബിറ്റിൻ്റെ ടോട്ടൽ തന്നെ ആയിരിക്കും കൂടുതൽ. ഡെബിറ്റിൻ്റെ ടോട്ടൽ മൈനസ് ക്രെഡിറ്റിൻ്റെ ടോട്ടൽ. അതായത് നമ്മുടെ ഈ ബാലൻസ് ക്യാരി ഡൗണിൻ്റെ എമൗണ്ട് ഒഴിച്ച് ബാക്കി എല്ലാ എമൗണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഈ 88,200 നിന്ന് ലെസ് ചെയ്യണം. ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ബാലൻസിങ് ഫിഗർ ആയിട്ടുള്ള ബാലൻസ് ക്യാരി ഡൗൺ 23,400. അത് നമ്മൾ എഴുതേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മന്തിൻ്റെ ലാസ്റ്റ് ഡേറ്റിലാണ് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എഴുതേണ്ടത്. അതാണ് November 30 ബൈ ബാലൻസ് ക്യാരി ഡൗൺ. അത് എഴുതി കഴിഞ്ഞിട്ട് അപ്പോൾ രണ്ട് സൈഡിലും വലിയ ടോട്ടൽ ആവും. അപ്പോൾ രണ്ട് സൈഡും 88,200 തന്നെ ആവും. ആ 23,400 ചേരുമ്പോൾ ഈ സൈഡിൽ നമുക്ക് 88,200 കിട്ടും. അപ്പോൾ 88,200 രണ്ട് സൈഡിലും എഴുതി ഇതുപോലെ ഡബിൾ ലൈൻ വരയ്ക്കണം, ഡബിൾ ലൈൻ ചെയ്യണം. ഡബിൾ ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ക്യാരി ഡൗൺ ചെയ്തതിനെ നമുക്ക് നെക്സ്റ്റ് മന്തിലോട്ട് കൊണ്ടുപോകണമല്ലോ. നെക്സ്റ്റ് മന്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യണം. അപ്പം നെക്സ്റ്റ് മന്തിൽ ഓപ്പണിംഗ് ഡേറ്റ് December 1 ബാലൻസ് ബ്രോഡ് ഡൗൺ 23,600. അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് മന്തിലെ ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ ഇങ്ങനെ വേണം അത് പ്രസൻറ്റ് ചെയ്യാനായിട്ട്. ബാലൻസ് ക്യാരി ഡൗൺ എഴുതി അതിന് നമ്മൾ നെക്സ്റ്റ് മന്തിൽ ഓപ്പണിംഗ് ആയിട്ട് ബ്രോഡ് ഡൗണും ചെയ്യണം. എന്നിട്ട് ആ ബോക്സ് നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഈ ഫോർമാറ്റ് കമ്പൽസറി ആയിട്ട് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ, ഒന്നാമത്തെ കേസ് അതാണ്. പിന്നെ ലെഡ്ജർ അക്കൗണ്ട്സ് അറിയാമല്ലോ. ഇനി ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് വെച്ചാൽ രണ്ട് കോളം ഉണ്ട് ക്യാഷ് ബുക്കിന്. അതായത് ക്യാഷ് കോളം ഉണ്ട്, ബാങ്ക് കോളം ഉണ്ട്. അപ്പോൾ ക്യാഷ് ബുക്ക് എന്ന ഹെഡിങ് വേണം, ഡെബിറ്റും ക്രെഡിറ്റും വേണം. പിന്നെ ഡേറ്റ്, റെസിറ്റ്, ലെഡ്ജർ ഫോളിയോ, ക്യാഷ്, ബാങ്ക്. അപ്പോൾ രണ്ട് എമൗണ്ട് കോളം ഉണ്ട്, ക്യാഷും ബാങ്കും. ഓക്കെ, ക്യാഷ് ട്രാൻസാക്ഷൻസ് നമ്മൾ ഇവിടെ എഴുതും, ബാങ്ക് ട്രാൻസാക്ഷൻസ് ഇവിടെ എഴുതും. അതുപോലെ ഡെബിറ്റിലും ഉണ്ട്, ക്രെഡിറ്റിലും ഉണ്ട്, റെസീറ്റ്സിലും പേയ്മെൻറ്റ്സിലും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ബാലൻസ്, ക്യാഷ് ബാലൻസ്. ആദ്യം ബാങ്കിൻ്റെയും ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, അത് നമ്മൾ എടുത്തെഴുതണം. 15,000, 42,000 അത് നമ്മൾ എഴുതി. അടുത്തത് പർച്ചേസ് ഗുഡ്സ് ബൈ ചെക്ക്. അപ്പോൾ ചെക്ക് കൊടുത്ത് ഗുഡ്സ് വാങ്ങിച്ചു, അപ്പോൾ അത് പേയ്മെൻ്റ് ആണ്, പേയ്മെൻറ്റിൽ നമ്മൾ എഴുതി. പിന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ്. സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണെങ്കിൽ നമ്മൾ സെയിലാണ്, റെസീപ്റ്റാണ്, ക്യാഷാണ് റിസീവ് ചെയ്തത് 6,000. പിന്നെ പർച്ചേസ് മെഷീനറി ബൈ ചെക്ക്. ചെക്ക് കൊടുത്ത് മെഷീനറി മേടിച്ചു, അപ്പോൾ നമുക്ക് മെഷീനറിയുടേത് പേയ്മെൻ്റ് ആണ്, മെഷീൻ എഴുതിയിട്ട് ബാങ്ക് കോളത്തിൽ വേണം എമൗണ്ട് എഴുതാൻ. പിന്നെ സോൾഡ് ഗുഡ്സ് ആൻഡ് റിസീവ്ഡ് ചെക്ക് ഡെപ്പോസിറ്റഡ് ഓൺ സെയിം ഡേ. ഗുഡ്സ് വിറ്റു, എന്നിട്ട് എന്ത് എഴുതു, ചെക്ക് കിട്ടി, എന്നിട്ട് അത് സെയിം ഡേറ്റ് ഡെപ്പോസിറ്റ് ചെയ്തു. അത് നമ്മൾ ബാങ്ക് കോളത്തിൽ വേണം എഴുതാൻ 4,500. പിന്നെ വന്നിട്ട് സോൾഡ് ഗുഡ്സ് ആൻഡ് റിസീവ്ഡ് ചെക്ക് കഴിഞ്ഞു. പർച്ചേസ് ഗുഡ്സ് ഫ്രം മെമ്രിലൗൾ ഇൻ ക്യാഷ്. അത് ആരുടെയാണോ അവരുടെ പേര് ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ഇൻ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട്. ക്യാഷ് എന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള പേരും ഉണ്ടെങ്കിൽ നമ്മൾ ക്യാഷിനാണ് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് ക്യാഷ് പർച്ചേസ് ആയിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ എഴുതും ബൈ പർച്ചേസ് എന്ന് എഴുതിയിട്ട് എമൗണ്ട് ക്യാഷിൽ എഴുതും 17,400. അടുത്തത് പർച്ചേസ് സ്റ്റേഷനറി ബൈ ചെക്ക്. സ്റ്റേഷനറി നമ്മൾ ചെക്ക് കൊടുത്ത് വാങ്ങിച്ചു 1,100. അപ്പോൾ സ്റ്റേഷനറി എഴുതിയിട്ട് ബാങ്ക് കോളത്തിൽ 1,100. പിന്നെ ചെക്ക് ഗിവൺ ടു രോഹിത്. രോഹിത്തിന് ചെക്ക് കൊടുത്തു, അപ്പോൾ ബാങ്ക് കോളത്തിലാണ് ആ ചെക്കിൻ്റെ എമൗണ്ട് 10,000 എഴുതേണ്ടത്. 10,000 അല്ല, 1,500. ചെക്കിൻ്റെ എമൗണ്ട് 1,500. ഇനി അടുത്തത് ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. ബാങ്കിൽ നമ്മൾ ക്യാഷ് എടുത്തു, പേഴ്സണൽ യൂസിനാന്ന് പറഞ്ഞിട്ടില്ല, അപ്പോൾ ബിസിനസ് യൂസിനായിരിക്കും. അപ്പോൾ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്താൽ വരുന്നത് എങ്ങനെയാണെന്നറിയാവോ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്നാണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. അപ്പോൾ ആദ്യം നമ്മൾ ടു ബാങ്ക് എന്ന് എഴുതിയിട്ട്
ക്യാഷ് കോളത്തിൽ എമൗണ്ട് എഴുതണം. ഓക്കെ, ഇതിന് നമ്മൾ കോൺട്രാ എൻട്രി എന്നാണ് പറയുക. എന്നിട്ട് LF കോളത്തിൽ C ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഇപ്പുറത്തെ പേയ്മെൻറ്റ് സൈഡിലും നമ്മൾ ബൈ ക്യാഷ് എന്ന് എഴുതിയിട്ട് LF കോളത്തിൽ C ഇട്ട് കൊടുത്തിട്ട് എമൗണ്ട് ബാങ്കിൽ എഴുതണം. അതായത് ബൈ ക്യാഷ് എന്ന് എഴുതിയിട്ട് അവിടെ ബാങ്കിൽ എമൗണ്ട് എഴുതണം. ടു ബാങ്ക് എന്ന് എഴുതിയിട്ട് ക്യാഷിൽ എമൗണ്ട് എഴുതണം. ഇത് ക്യാഷ് വിഡ്രോൺ ഫ്രം ദ ബാങ്ക് ആണെങ്കിലാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്യാഷ് ബാങ്കിൽ നിന്ന് എടുത്തു. അപ്പോൾ അവിടെ ക്യാഷും ബാങ്ക് രണ്ട് അക്കൗണ്ടും അഫക്റ്റഡ് ആയി. അതുകൊണ്ടാണ് അത് കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞിട്ട് രണ്ട് സൈഡിലും കാണിക്കുന്നത്. പക്ഷേ ബൈ ക്യാഷ് എന്ന് എഴുതുമ്പോൾ ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതണം. ടു ബാങ്ക് എന്ന് എഴുതുമ്പോൾ ക്യാഷ് കോളത്തിൽ എമൗണ്ട് എഴുതണം. അങ്ങനെ വേണം എഴുതാൻ. പിന്നെ റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക് വെച്ച് റെൻറ്റ് കൊടുത്തു. അപ്പം റെൻ്റ് എന്ന് എഴുതിയിട്ട് നമ്മൾ എമൗണ്ട് കാണിക്കുന്ന എവിടെയായിരിക്കും? നമ്മൾ ബാങ്ക് കോളത്തിലായിരിക്കും. ചെക്ക് വെച്ചിട്ടാണ് കൊടുത്തത്. പിന്നെ അടുത്തത് പെയ്ഡ് സാലറി പെയ്ഡ്. അപ്പം എന്ത് വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. സാലറി ക്വസ്റ്റിനിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് എടുക്കും. അതുകൊണ്ട് സാലറി 3,500 ക്യാഷ് ആയിട്ട് കൊടുത്തത് അസ്യൂം ചെയ്ത്. ഇനി ഈ ട്രാൻസാക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ക്യാഷ് കോളവും ബാങ്ക് കോളവും നമ്മൾ പ്രത്യേകം ടോട്ടൽ ചെയ്ത് നോക്കണം. ആദ്യം ക്യാഷ് കോളത്തിൻ്റെ ഡെബിറ്റ് സൈഡ് ആഡ് ചെയ്യണം. അപ്പോൾ 31,000 കിട്ടും. ഇനി ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്യണം. 17,400 പ്ലസ് 3,500. അപ്പോൾ നമുക്ക് 20,900 കിട്ടുന്നത്. അപ്പോൾ 31,000 ചെറുതല്ലേ നമ്മളെ ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ. അപ്പോൾ എന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡിൽ നിന്ന് ക്രെഡിറ്റ് സൈഡ് മൈനസ് ചെയ്തിട്ട് ആ ഡിഫറൻസ് എമൗണ്ട് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് കോളത്തിൽ നമ്മൾ എഴുതി കൊടുക്കണം. അത് മന്ത് എൻഡ് ഡേറ്റ് വെച്ചിട്ടായിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ബാങ്ക് കോളത്തിലോട്ട് വരാം. ബാങ്ക് കോളത്തിൽ 42,000ഉം 4,500ഉമാണ് ഡെബിറ്റ് സൈഡിലുള്ളത്. രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ എന്ന് പറയുന്നത് 46,500. ഓക്കെ, അതേപോലെ നമ്മൾ ബാങ്കും ടോട്ടൽ ചെയ്ത് നോക്കണം. ഈ ബാലൻസ് ക്യാരി ഡൗൺ എടുക്കരുത്, അത് ബാലൻസിങ് ഫിഗറാണ്. ഇത്രയും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ എന്തായാലും 46,500 ചെറിയ എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ എന്തോ ചെയ്യണം? ആ 46,500 മൈനസ് ഈ എമൗണ്ട് എല്ലാം കൂടെ ടോട്ടൽ ചെയ്തത്. ആ ഡിഫറൻസ് ആണ് ഈ 13,900. ആ ഡിഫറൻസ് വേണം നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ബാങ്ക് കോളത്തിൽ എഴുതാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും വലിയ ടോട്ടൽ. ഡെബിറ്റ് സൈഡ് ടോട്ടൽസ് ആയിരിക്കും മിക്കപ്പോഴും വലുത്. അപ്പോൾ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ രണ്ട് സൈഡിലും എഴുതി കൊടുക്കണം. അപ്പോൾ ക്യാഷിൻ്റെ ടോട്ടൽ ക്യാഷിൻ്റെ രണ്ട് സൈഡിലും 31,000 ബാങ്കിൻ്റെ ടോട്ടൽ ബാങ്കിൻ്റെ രണ്ട് സൈഡിലും 46,500 എന്നിട്ട് ഡബിൾ ലൈൻ ചെയ്യണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ക്യാരി ഡൗൺ ചെയ്തല്ലോ, ആ ക്യാരി ഡൗൺ ചെയ്തതിനെ ബ്രോഡ് ഡൗൺ ചെയ്യണം. നെക്സ്റ്റ് മന്ത് ഓപ്പണിംഗ് ആയിട്ട് കൊണ്ടുവരണം. അപ്പോൾ ക്യാഷിനെയും കൊണ്ടുവരണം, ബാങ്കിനെയും കൊണ്ടുവരണം. അതിന് നമ്മൾ എഴുതും October 1 നെക്സ്റ്റ് മന്തിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് ഇട്ടിട്ട് ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 10,100 13,900. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് സിംഗിൾ കോളം ക്യാഷ് ബുക്കും. ക്ലിയർ ആണല്ലോ?